പൊന്നാനിയിൽ CPMന്റെ പരമ്പരാഗത വോട്ട് ബാങ്കിന് വിള്ളൽ സംഭവിച്ചതായി ആരോപണം. സാമുദായിക സ്ഥാനാർത്ഥി എന്ന രീതിയിലേക്ക് ഹംസ മാറിയതോടെ CPMലും ഭിന്നിപ്പുണ്ട്. അതേസമയം പരമ്പരാഗതമായി ലീഗിന് വോട്ട് ചെയ്തിരുന്ന സമസ്തയിലെ ഒരു വിഭാഗം ഇക്കുറി വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്ന വിലയിരുത്തലിലാണ് ഇടതുമുന്നണി. EK വിഭാഗം സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള പ്രശ്നങ്ങൾ ന്യൂനപക്ഷ മേഖലകളിലെ പോളിംഗിനെയും ബാധിച്ചതായി വിലയിരുത്തലുണ്ട്. UDF സ്ഥാനാർത്ഥി അബ്ദുസമദ് സമദാനിയെ തോൽപ്പിക്കണമെന്ന ആഹ്വാനവുമായി സൈബർ ഇടങ്ങളിൽ സമസ്തയുടെ പേരിൽ പ്രചരിപ്പിച്ച പോസ്റ്ററുകൾക്കും ചോദ്യാവലികൾക്കും കണക്കുമില്ല. ഇതെല്ലാം ചർച്ചയാക്കി കനത്ത പോളിംഗ് പ്രതീക്ഷിച്ചെങ്കിലും കഴിഞ്ഞ തവണത്തേക്കാൾ 5% കുറവ് പോളിംഗാണ് പൊന്നാനിയിൽ രേഖപ്പെടുത്തിയത്. ഇനി മലപ്പുറത്താകട്ടെ 3% കുറവും വന്നു. സമസ്തയിലെ ലീഗ് വിരുദ്ധരുടെ വോട്ടുകളിൽ ചെറിയ ശതമാനം ഇടത് സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയതായാണ് സൂചന. ലീഗിന് കിട്ടേണ്ട വലിയ പങ്ക് വോട്ട് സമസ്തയുമായുള്ള പോരിന്റെ പേരിൽ പോൾ ചെയ്യപ്പെട്ടിട്ടില്ലെന്നാണ് ഇടതുമുന്നണിയുടെ വാദം. മലപ്പുറത്തും ഇതേ സ്ഥിതിയാണ് പോളിംഗിൽ കുറവ് വരാൻ കാരണമെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ സമസ്തയുമായി ഉണ്ടായ പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ലെന്നാണ് മുസ്ലിം ലീഗിന്റെ അവകാശവാദം. എല്ലാത്തരം പരീക്ഷണങ്ങളും പൊന്നാനിയിൽ പരാജയപ്പെട്ട ചരിത്രം നമുക്കറിയാലോ. 2004 മുതൽ ഇങ്ങോട്ടുള്ള ഏത് കണക്കെടുത്ത് നോക്കിയാലും ഓരോ ഘട്ടത്തിലും ഓരോരുത്തരെ കൊണ്ടുവന്ന് നിർത്തി ഇടതുപക്ഷ മുന്നണി. ഇടതുപക്ഷമായിട്ടോ CPMമായിട്ടോ ഭരണകക്ഷിയായിട്ടോ ഒന്നും ഒരു ബന്ധമില്ലാത്ത ആളുകൾ ആദ്യം അബ്ദുറഹ്മാനെ കൊണ്ടുവന്ന് നിർത്തി, പിന്നെ ഹുസൈൻ രണ്ടത്താണി നിർത്തി, അതിനുശേഷം സാക്ഷാൽ അൻവർ രംഗത്തിറങ്ങി, ഇപ്പോൾ ഒരു ഹംസയും വന്നു. ഇതൊക്കെ ഞങ്ങൾക്ക് എതിരാളികളാണോ? ഏത് ആശയത്തെയാണ് ഇവർ പ്രതിനിധീകരിക്കുന്നത്? ഏത് മുന്നണിയുടെ സ്ഥാനാർത്ഥികളായിട്ടാണ് ഇവർ രംഗത്ത് വരുന്നത്? അപ്പോൾ കാലാകാലങ്ങളിൽ പൊന്നാനിയിൽ ജയിക്കില്ല എന്ന ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ട് ആരെയെങ്കിലും സ്ഥാനാർത്ഥിയായി നിർത്തി രക്ഷപ്പെടുകയാണ് മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യാറ്. വയനാട് മണ്ഡലത്തിന്റെ ഭാഗമായ ഏറനാട്, വണ്ടൂർ നിയമസഭാ മണ്ഡലങ്ങളിലും കോഴിക്കോട്, കണ്ണൂർ മണ്ഡലങ്ങളിലെ ന്യൂനപക്ഷ മേഖലകളിലുമെല്ലാം പോളിംഗിൽ വന്ന കുറവ് UDFന് തിരിച്ചടിയാകുമോ എന്നതും കണ്ടറിയാം. ജനം, മലപ്പുറം.